Good morning. Okay, Sharanya and Krishna, good morning. Okay, Dana, good morning. Wednesday, good morning. Dana, Monday ആയിട്ട് ഇതൊക്കെയെങ്കിലും ശേഷം. Okay, Deepika, good morning. Okay, Kanjika. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? ഓക്കെ, കഴിച്ചു അല്ലേ? ഓക്കെ, തുടങ്ങിയാലോ? അപ്പൊ നമുക്ക് എന്നിട്ട് ക്ലാസ് തുടങ്ങാലോ. ഓരോ ദിവസം ചെയ്യുന്ന ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണല്ലോ എന്ന് പറ്റി. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഓക്കെ അല്ലേ? ഓൺ മ്യൂട്ട് കൊടുക്കണേ. കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതായിരുന്നു? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് എത്തിക്കൽ ആസ്പെക്ടുകൾ എന്താണെന്ന് പറഞ്ഞു അല്ലെ? എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഇറ്റ് ഇസ് എ കോഡ് ഓഫ് ബിഹേവിയർ ആണ് അല്ലെ? കൂട്ടം പെരുമാറ്റ ചട്ടങ്ങളാണ്. അതായത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനെ നിയന്ത്രിക്കുന്നതിനും ആ ഒരു പ്രൊഫഷനെ തരം താഴ്ത്തി കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലെ അംഗങ്ങൾ തന്നെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പെരുമാറ്റ ചട്ടങ്ങൾ അല്ലെ? കോഡ് ഓഫ് ബിഹേവിയർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എത്തിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെ? ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനമാണ് എത്തിക്സ്, അങ്ങനെ പറയാം. അതുകൂടാണ്ട് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വ്യക്തികളുടെയും വ്യക്തികൾ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ നല്ലതുമായിട്ട് അല്ലെങ്കിൽ നന്മയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വശമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ നമുക്കതിനെ മോറൽ ഫിലോസഫി എന്ന് പറയും. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ബാക്കിയുള്ളത് നോക്കാം നമുക്ക്. A code of ethics is wide, which gives employees or members a general idea of what kind of behavior and decisions are desirable and encouraged at a business or organization. എന്താണ് പറയുന്നത്? ഈ എത്തിക്സ്, കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് വളരെ വിശാലമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അല്ലെ? വളരെ നാരോ കൺസെപ്റ്റ് അല്ല, പകരം എന്താണ്? വളരെ വിശാലമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അറിയാമോ? അതായത് ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ എങ്ങനെയുള്ള പെരുമാറ്റങ്ങളാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള എന്താണ് തീരുമാനങ്ങളാണ് അവിടെ കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക് അവിടെ എങ്ങനെയുള്ള പെരുമാറ്റങ്ങളാണ് സ്റ്റാഫുകൾ ചെയ്യേണ്ടത് അല്ലെ? എങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയുള്ള എന്താ പറയാ തീരുമാനങ്ങളാണ് അവിടെ അഭികാമ്യമായിട്ടുള്ളത് എന്ന് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഒരു ഐഡിയ കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് കോഡ് ഓഫ് എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ എത്തിക്സിലൂടെയാണ് ആ പ്രൊഫഷനെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ആ ഒരു ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക്, ആ ഒരു ബിസിനസിന്റെ എന്താണ് വളർച്ചയ്ക്കായിട്ട് അവരുടെ സ്റ്റാഫുകൾ എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ അത് മുന്നോട്ട് പ്രവർത്തിക്കണം എന്നതിനെ പറ്റിയിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഒരു ഐഡിയ കൊടുക്കുന്ന, ഒരു ജനറൽ ഐഡിയ കൊടുക്കുന്നതാണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞത്. ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു നാരോ കൺസെപ്റ്റ് അല്ല, പിന്നെ എന്താണ്? വളരെ വിശാലമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, പിന്നെന്താണ്? A code of conduct mentions how employees or members have to act in a specific situations. Code of conduct എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കോഡ് ഓഫ് ബിഹേവിയർ തന്നെയാണ് അല്ലെ? കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരുമാറ്റമാണ് അല്ലെ? നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പറയില്ലേ, കണ്ടക്ട് സർട്ടിഫിക്കറ്റ് കിട്ടാന്ന് പറയില്ലേ? കണ്ടക്ട് ആണ് കേട്ടോ, കണ്ടക്ട് സർട്ടിഫിക്കറ്റ് അല്ലെ? ഇവിടെ വരുമ്പോൾ കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയില്ലേ? ഇന്ന സംഭവം നമ്മുടെ പെരുമാറ്റത്തിനെ പറ്റിയിട്ടുള്ളതാണ് അല്ലെ? സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ കോഡ് ഓഫ് കണ്ടക്ട്, കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരുമാറ്റ ചട്ടങ്ങൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മെൻഷൻസ്
how employees or members have to act in a specific situations. ഓരോ പ്രത്യേക സാഹചര്യങ്ങളില് അവിടുത്തെ എംപ്ലോയീസ്, അവിടുത്തെ സ്റ്റാഫുകള്, ആ ഒരു സ്ഥാപനത്തിലെ മെമ്പേഴ്സുകള് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ പറ്റി പരാമർശിക്കുന്ന ഒന്നാണിത് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. അത് തന്നെയാണ് എത്തിക്സ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണോ? മനസ്സിലായോ? അതായത് എത്തിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് പറയുന്നത്. നമുക്ക് എങ്ങനെയൊക്കെ എത്തിക്സ് എന്ന് പറയും? ഇറ്റ് ഇസ് എ കോഡ് ഓഫ് ബിഹേവിയർ, ഇറ്റ് ഇസ് എ കോഡ് ഓഫ് കണ്ടക്ട്. ഇതിന് പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ മോറൽ പ്രിൻസിപ്പിൾ, ധാർമ്മിക തത്വശാസ്ത്രമാണ് അല്ലെ. അതുപോലെ ഒരു വ്യക്തികളും അവർ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ നന്മയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. എത്തിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരിക്കലും വളരെ വിശാലമായിട്ടുള്ള, വളരെ വൈഡായിട്ടുള്ള ഒരു ആശയമാണ്. കാര്യം എന്താന്ന് വെച്ചാല് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ വളർച്ചയ്ക്കായിട്ട് എങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് എന്ന് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഒരു ഐഡിയ കൊടുക്കുന്നത് എന്താണ്? ഈ പറയുന്ന കോഡ് ഓഫ് എത്തിക്സ് ആണ് അല്ലെ. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഓരോ പ്രത്യേക സാഹചര്യങ്ങളിൽ അവിടുത്തെ എംപ്ലോയീസ് എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ അവർ പ്രവർത്തിക്കണം എന്നതിനെ പറ്റി പരാമർശിക്കുന്നത് എന്താണോ അതാണ് കോഡ് ഓഫ് എത്തിക്സ്, അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട്, കോഡ് ഓഫ് ബിഹേവിയർ എന്നൊക്കെ നമ്മള് പല പല പേരുകളിൽ പറയും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒന്ന് വായിച്ചു നോക്ക്. ക്ലിയർ ആയോ? വായിച്ചത് നോക്കിയോ? മനസ്സിലായോ നിങ്ങൾക്ക്? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലീഗൽ ആസ്പെക്റ്റുകളാണ് കേട്ടോ. നിയമപരമായിട്ടുള്ള വശങ്ങളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് 3 ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ലോ എന്നതിന്റെ ഡെഫിനേഷൻ ആണ്. എന്താണ് നിയമം? നിയമം എന്നതിന് 3 ഡെഫിനേഷൻസ് ആണ് കൊടുത്തിട്ടുണ്ട്. 3ഉം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോക്കി വെക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ഗൈഡ് ദ ഹ്യൂമൻ ആക്ഷൻ. കാരണം പറയുന്നത് ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ഗൈഡ് ഹ്യൂമൻ ആക്ഷൻ. അതായത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടം നിയമങ്ങളെയാണ്, സെറ്റ് ഓഫ് റൂൾസ് അല്ലെ, ഒരു കൂട്ടം റൂൾസ്, നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ടു ഗൈഡ് ഹ്യൂമൻ ആക്ഷൻ. അതായത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടം നിയമങ്ങളെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ അറിയാലോ ലോ എന്താന്ന്. പിന്നെ രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താണ്? ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. ഇനി വേറൊരു ഡെഫിനിഷൻ എന്താണ് ലോ എന്ന് പറഞ്ഞാല്? അതായത് നമ്മുടെ സ്റ്റേറ്റ് അല്ലെ, നമ്മുടെ ഭരണകൂടം നമ്മിൽ ഇമ്പോസ് ചെയ്യുന്ന എന്താണ് അവകാശങ്ങളിലേക്കും കടമകളുടെയും ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി പറഞ്ഞത്? പല രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നു കേട്ടോ. സ്റ്റേറ്റ് ഇമ്പോസ് ചെയ്യുന്ന, നമ്മുടെ ഭരണകൂടം നമ്മിൽ അടിച്ചേൽപ്പിക്കുന്ന അല്ലെ, നമ്മളിൽ ഇമ്പോസ് ചെയ്യുന്ന എന്താണ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ അല്ലെ, അവകാശങ്ങള്, കടമകള്, അതിന്റെ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. പിന്നെ വേറൊരു ഡെഫിനേഷൻ എന്താണ്? നമ്മുടെ ഭരണകൂടവും അതുപോലെ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് അല്ലെ, നീതി നിർവഹണ വിഭാഗവും എന്താണ് അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങളെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. ഉണ്ടോ? 3 ഡെഫിനേഷൻസ് ആണ്. ലോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇറ്റ് മീൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ടു ഗൈഡ് ദ ഹ്യൂമൻ ആക്ഷൻ. ഹ്യൂമൻ അതായത് മനുഷ്യ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടം നിയമങ്ങളെയാണ് ലോ എന്ന് പറയുന്നത്. മറ്റൊരു ഡെഫിനേഷൻ എന്താണ്? ഭരണകൂടം തമ്മിൽ ഇമ്പോസ് ചെയ്യുന്ന എന്താണ് നിയമങ്ങളുടെയും അല്ലെങ്കിൽ അവകാശങ്ങളുടെയും കടമകളുടെയും ഒരു സംവിധാനത്തിന് നമ്മൾ ലോ എന്ന് പറയുന്നു.
പിന്നെ വേറൊന്നെന്താണ് നമ്മുടെ ഭരണകൂടവും നീതി നിർവഹണ വിഭാഗവും അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങളെ എന്തെന്ന് പറയാം ലോ എന്ന് പറയാം. അപ്പൊ 3 രീതികൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത നോക്കുക, calls for police may impose the system of rules and punish the people. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നീതി നിർവഹണ വിഭാഗം എന്ന് പറയുന്നത് എന്താണ്? പോലീസും കോടതിയും ഒക്കെയാണ് അല്ലെ. അവരാണ് എന്ത് നീതി നിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. സോറി കേട്ടോ, ഞാൻ വീട്ടിൽ അമ്മ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലാണ് അമ്മ വിളിക്കാറുള്ളത്. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുത്തത് കേട്ടോ. സോറി. അപ്പം കോൾസ് ഓഫ് പോലീസ് അല്ലെ, അതായത് നമ്മുടെ നാട്ടിലെ നീതി നിർവഹണ വിഭാഗം എന്ന് പറയുന്നത് പോലീസും കോടതിയും ഒക്കെയാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള എന്താണ് കോർട്ട് ഓഫ് പോലീസ് അല്ലെ ഇമ്പോസ് ദ സിസ്റ്റം ഓഫ് റൂൾസ്. അപ്പൊ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഇമ്പോസ് ചെയ്യുന്നത് ആരിലൂടെയാണ്? പോലീസ്, അതുപോലെ തന്നെ കോടതികൾ, അതാണ് നമ്മുടെ നീതി നിർവഹണ വിഭാഗങ്ങൾ അല്ലെ. അപ്പൊ ഇത്തരം റൂൾസുകള് നമ്മൾ അനുസരിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പേരിൽ എന്താണ് പരീക്ഷ ചെയ്യപ്പെടും അല്ലെ. എന്താണ് അവിടെ പറയുന്നത്? ഹു വയലേറ്റ് ദ ലോസ് such as paying a fine. ചിലപ്പോൾ നമുക്ക് ഫൈൻ അടക്കേണ്ടതായിട്ട് വരും. or other penalty including ജയിൽ ഉൾപ്പെടെയുള്ള ശിക്ഷകൾ നമുക്ക് ലഭിക്കും അല്ലെ. അതായത് കൃത്യമായിട്ട് എന്താണ് നമ്മൾ ലോകൾ പാലിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്നു, നമ്മളെല്ലാ പൗരന്മാരും ജീവിക്കുന്നു. കൃത്യമായിട്ടുള്ള നിയമങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട്, നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്തരം നിയമങ്ങൾ നമ്മൾ പാലിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മുടെ നീതി നിർവഹണ വിഭാഗങ്ങളാണ് പോലീസും അതുപോലെ തന്നെ കോടതിയും. അതിലൂടെയാണ് നമ്മൾ ഇത്തരം റൂൾസുകൾ ഇവിടെ ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് മെയിൻ കാര്യങ്ങളിലോട്ട് വരണം. എന്തുകൊണ്ടാണ് എത്തിക്കൽ അതുപോലെ ലീഗൽ വശങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ എങ്ങനെയാണ് പ്രാധാന്യം വരുന്നത്? ഇതിലേക്കാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ. അടുത്ത പാരഗ്രാഫ് നോക്കുക. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഒബ്ലിഗേറ്റഡ് to have a clear understanding of the ethical and legal responsibilities. അല്ലെ, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, ഓരോ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് അല്ലെ, ഭരണം നിർവഹിക്കുന്നത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. സോ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഇത്തരത്തിലുള്ള ഈ എത്തിക്കൽ ആൻഡ് ലീഗൽ ഉത്തരവാദിത്തങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അവയർനെസ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഉണ്ടായിരിക്കും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാപ്റ്റർ നമ്മുടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. കാര്യം എന്താണ്? Management is responsible for policies for maintaining a safe hospital, physical facilities and services. അല്ലെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ സേഫ്റ്റി, അത്യാവശ്യം ഫിസിക്കൽ ഫെസിലിറ്റീസുകൾ അല്ലെ, അത്യാവശ്യം ഭൗതിക സാഹചര്യങ്ങൾ അല്ലെ, രോഗികൾക്കാണെങ്കിലും അവിടെ വരുന്ന മറ്റ് വിസിറ്റേഴ്സിനാണെങ്കിലും അവർക്കായിട്ട് അത്യാവശ്യം വേണ്ട ഫിസിക്കൽ ഫെസിലിറ്റികളും അതുപോലെ തന്നെ നല്ല നല്ല സേവനങ്ങളും അതുപോലെ നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ സേഫ്റ്റി അല്ലെ, സുരക്ഷിതത്വം, ഇതെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസികളും മറ്റു പ്രോട്ടോകോൾസുകളും പ്രൊസീജിയറുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള എത്തിക്കൽ ലീഗൽ വശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം അവര് അതിനനുസരിച്ചിട്ടുള്ള പോളിസികളും പ്രോട്ടോകോൾസുകളും ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെ. ഇത്തരം പോളിസികളും പ്രോട്ടോകോൾസ് എന്തിനു വേണ്ടിയിട്ടാണ് നിർമ്മിക്കുന്നത്? വളരെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ഹോസ്പിറ്റലിന്റെ സേഫ്റ്റി അതുപോലെ അത്യാവശ്യം ഫിസിക്കൽ ഫെസിലിറ്റികളും സേവനങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ തന്നെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പോളിസികൾ പ്രോട്ടോകോളുകൾ ഉണ്ടായിരിക്കണം. അത് എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾക്ക് അനുസരിച്ചുകൊണ്ടാണ് അവര് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നോക്കാം. ആൻഡ് മസ്റ്റ് ഇൻഷുർ ബിൽഡിംഗ് കൺഫോംസ് ടു ലോക്കൽ ബൈലോസ്, സേഫ്റ്റി റെഗുലേഷൻസ്, സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്സ്.
അതുകൂടാതെ നമ്മുടെ ഹോസ്പിറ്റൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അത് പ്രാദേശികമായിട്ടുള്ള നിയമങ്ങള്, അതുപോലെ സുരക്ഷാ ചട്ടങ്ങള്, പിന്നെ ശുചിത്വ ക്രമീകരണങ്ങള് ഇതെല്ലാം പാലിക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. അല്ലെ? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിന് ലൈസൻസ്ഡ് ആയിരിക്കണം അല്ലെ? അതിന് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ? അങ്ങനെ പ്രാദേശിക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, സ്റ്റേറ്റ് റെഗുലേഷൻസ് ഉണ്ട്, സെൻട്രൽ റെഗുലേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സുരക്ഷാ ചട്ടങ്ങളുണ്ട്, ശുചിത്വ ക്രമീകരണം, ഇതെല്ലാം ഒരു ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, പിന്നെന്താണ്? ഹോസ്പിറ്റൽസ് ബീയിങ് an inevitable part of the social system and is subject to all laws of the land. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിന്റെ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് അല്ലെ? നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ? ഓക്കെ, പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ നിയമങ്ങൾക്കും എന്തും വിധേയമാണ്, ഹോസ്പിറ്റലുകളും വിധേയമാണ് അല്ലെ? എല്ലാ നിയമങ്ങളും ഹോസ്പിറ്റലും എന്ത് ചെയ്തിരിക്കണം, പാലിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കുക, ഹോസ്പിറ്റൽ should be safe from explosive and inflammatory gases, chemicals, machinery, steam damages, slippery floors, etc. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഹോസ്പിറ്റൽ എപ്പോഴും എന്തായിരിക്കണം, വളരെ സേഫ് ആയിരിക്കണം അല്ലെ? സുരക്ഷിതമായിരിക്കണം. അവിടെ എക്സ്പ്ലോസീവ്സോ മറ്റുള്ള ഇൻഫ്ലമേറ്ററി ഗ്യാസസ് അല്ലെങ്കിൽ കെമിക്കൽസ്, പിന്നെ സ്റ്റീം ഡാമേജസ്, സ്ലിപ്പറി ഫ്ലോർ അല്ലെ? അതായത് ഹോസ്പിറ്റലിന്റെ ഫ്ലോറുകൾ എപ്പോഴും എന്തായിരിക്കണം, ഒരിക്കലും സ്ലിപ്പറി ആവാൻ പാടില്ല അല്ലെ? കാരണം അങ്ങനെയൊക്കെ സ്ലിപ്പറി ആയി കഴിഞ്ഞാൽ ആളുകൾ വരും, അവർക്ക് അപകടം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ എപ്പോഴും ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം വളരെ സേഫ് ആയിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയ പറഞ്ഞ കാര്യങ്ങള്, അതായത് എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. എത്തിക്കൽ വശങ്ങളും അതുപോലെ തന്നെ ലീഗൽ വശങ്ങളും. അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഇത്തരം എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവയർനെസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റില് ഉണ്ടായിരിക്കണം. ഒരു ഹോസ്പിറ്റൽ അതിനനുസരിച്ചുകൊണ്ടാണ് സേവനങ്ങൾ കൊടുക്കുന്നത്. അവരുടെ എത്തിക്സ് വിട്ടുകൊണ്ട് ഒരിക്കലും അവരൊരു കൊടുക്കില്ല. എത്തിക്സിലും ലീഗൽ വശങ്ങളെയൊക്കെ പാലിച്ചുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പബ്ലിക്കിനായിട്ട് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെയാണോ? മനസ്സിലായോ? അടുത്തത്, why it is necessary for hospitals and medical administrators to become aware of ethical and legal aspect of hospital administration. അതായത് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിയുന്നതിന്റെ ആവശ്യകത എന്താണ് അല്ലെ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തുകൊണ്ടാണ് ഇത്തരം എത്തിക്കൽ ലീഗൽ വശങ്ങളെ അറിഞ്ഞിരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? ഓക്കെ, എന്തൊക്കെയാണ് കുറച്ച് റീസൺസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തെ റീസൺ പറയുന്നത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. എന്താണ് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്? അതായത് മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയം, എന്താണ് ഈ മെഡിക്കോ ലീഗൽ കേസ്? MLC എന്ന് പറയും. ഒത്തിരി പഠിക്കാനുണ്ട്. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് നമ്മളുടെ അന്വേഷണങ്ങള്, നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങള് ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ കേസുകള്, കൊലപാതകങ്ങളാണോ, ആത്മഹത്യകളായിരിക്കാം, ആക്സിഡന്റുകളായിരിക്കും, ഇതൊക്കെ എന്താണ് മെഡിക്കോ ലീഗൽ കേസുകളാണ് അല്ലെ? നിയമപരമായിട്ട് അതായത് പോലീസിന്റെയും കോടതിയിലേക്ക് അന്വേഷണങ്ങള് ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ കേസുകൾ. നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ നോർമൽ ഡെത്തിനേക്കാളും കൂടുതൽ അധികം മരണങ്ങൾ എങ്ങനെയാണ് മെഡിക്കോ ലീഗൽ കേസുകളാണ് കൂടുതൽ സംഭവിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അത്തരം മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം എന്താണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള എത്തിക്കൽ മെഡിക്കൽ വശങ്ങളെ പറ്റിയിട്ട് നല്ലൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്തേ? അതാണ് ഒരു കാരണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. അതായത് മിനിമൈസ് സിവിൽ ആൻഡ് ലീഗൽ പ്രൊസീഡിംഗ്, ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. അതായത് നമ്മുടെ സിവിൽ ക്രിമിനൽ നിയമ നടപടികള് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? സിവിൽ ക്രിമിനൽ നിയമ നടപടികള് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റല് ഇത്തരം ലീഗൽ എത്തിക്കൽ ആസ്പെക്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ സേവനങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്, കുറവാണ്. കൂടുതലല്ല, കുറവാണ് അല്ലെ? എത്തിക്കൽ ലീഗൽ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പബ്ലിക്കിന് സേവനങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ വേറെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എല്ലാവരും ഒരു മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്.
സാധിക്കും. അപ്പൊ അവിടെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തിലൂടെ സാധിക്കും? ഇത്തരം അവയർനെസ് നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ. ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും മറ്റു മെഡിക്കൽ സ്റ്റാഫുകളാണെങ്കിലും അവരുടെ എത്തിക്സ് മനസ്സിലാക്കിക്കൊണ്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അവിടെ മറ്റുള്ള മെഡിക്കൽ ഇളവുകളോ മറ്റുള്ള പ്രശ്നങ്ങളോ വരാനുള്ള ചാൻസ് അവിടെ കുറവാണ്. അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്കൊക്കെ നമ്മൾ വിധേയമാകും. അങ്ങനെ പ്രശ്നങ്ങൾ വരില്ല. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരമാവധി ക്രിമിനൽ നിയമ നടപടികൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയി പറഞ്ഞത് അതാണ് കേട്ടോ. ഇനി സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീജിയർ. നെക്സ്റ്റ് വരുന്നത് എന്താന്ന് വെച്ചാല് എൻഷുവർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. അതുപോലെ മെഡിക്കൽ പരിചരണത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നമ്മൾ എത്തിക്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ആളുകൾക്കും തുല്യമായിട്ടുള്ള രീതിയിൽ മെഡിക്കൽ കെയർ ലഭിക്കാനുള്ള അവകാശമുണ്ട് അല്ലെ. അവിടെ കാസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഒരു റിലീജിയൻ എന്നോ കമ്മ്യൂണിറ്റി എന്നോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടോ ഒന്നും നമ്മൾ പരിഗണിക്കുന്നില്ല അല്ലെ. എല്ലാ ആളുകൾക്കും, അത് പാവപ്പെട്ടവനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ, എല്ലാവർക്കും ഒരു ക്വാളിറ്റി ഉള്ള മെഡിക്കൽ കെയർ നമുക്ക് അതിലൂടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ. അടുത്തത് കേട്ടോ, 4ാമത്തെ പോയിന്റ് എന്താണ്? In India, lawyers are very little trained as yet in the complex issues involved in the medical cases. നമ്മുടെ ഇന്ത്യയിൽ ഈ മെഡിക്കൽ കേസുകളുമായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മെഡിക്കോ ലീഗൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രെയിനഡ് ആയിട്ടുള്ള ലോയേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ കുറവാണ്. മനസ്സിലായോ? ഇത്തരം മെഡിക്കൽ കേസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അതിന്റെ നൂലാമാലകളും മറ്റുമൊക്കെ തീർക്കാനും അതിന് വളരെ ട്രെയിനഡ് ആയിട്ടുള്ള ലോയർമാര് പൊതുവെ നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ കുറവാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പരമാവധി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കാന്നുള്ളതാണ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പം അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇത്തരത്തിലുള്ള എത്തിക്കൽ ലീഗൽ അവയർനെസ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ദ സില്ലി ലിറ്റിഗേഷൻസ്. അത് മാത്രമല്ല, ഇത്തരം അറിവ്, എത്തിക്കൽ ലീഗൽ അവയർനെസ് മെഡിക്കൽ പ്രൊഫഷണൽസിന്, ഇപ്പൊ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, മറ്റുള്ള നഴ്സസ്, മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ടു ഡു ദ റൈറ്റ് തിങ്സ്, അവരുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ അവർ ചെയ്യുന്നതിന് സഹായിക്കും അല്ലെ. എല്ലാ എത്തിക്സും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സേവനങ്ങൾ നല്ല രീതിയിൽ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ദ സില്ലി ലിറ്റിഗേഷൻ. ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം വ്യവഹാരം അല്ലെങ്കിൽ പെരുമാറ്റം ഒക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ. അതായത് അവർക്ക് സ്വയം അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മെഡിക്കൽ എററുകളൊക്കെ ഉണ്ടാവുമ്പോഴാണ് മറ്റുള്ള കൂടുതൽ ആരോപണ വിധേയരാകുന്നത്, മറ്റുള്ള പല പ്രോബ്ലംസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതേസമയം ഇത്തരം എത്തിക്കൽ ലീഗൽ അവയർനെസ് അവർക്ക് അവരുടെ ജോലിയെ, പ്രൊഫഷനെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സേവനങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നു. അതിലൂടെ മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് അവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ. അടുത്തത് എന്താണ്? ഇൻക്രീസിംഗ് അവയർനെസ് എന്നത് പബ്ലിക് അബൌട്ട് ദ ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആസ് വെൽ ആസ് ഓഫ് ഹോസ്പിറ്റൽസ്. അത് മാത്രമല്ല, ഈ പറയുന്ന നമ്മുടെ മെഡിക്കൽ പ്രാക്ടീഷണർമാര് അല്ലെ, ഡോക്ടർമാര്, നഴ്സുമാരൊക്കെ ഉൾപ്പെടുന്ന നമ്മുടെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെയും ഹോസ്പിറ്റലിന്റെയും ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് അല്ലെ, അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ കടമകളെ കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവയർനെസ് വർദ്ധിപ്പിക്കുന്നതിനും നമുക്ക് എന്തുപകരിക്കും? എത്തിക്കൽ ലീഗൽ അവയർനെസ് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് പൊതുജനങ്ങൾക്ക് ഹോസ്പിറ്റൽ എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ പ്രാക്ടീഷണർമാര് ഏത് രീതിയിലാണ് പബ്ലിക്കിന് സെർവ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർക്കുള്ളത് എന്നതിനെ പറ്റി പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാനും എന്ത് സഹായിക്കുന്നുണ്ട്? എത്തിക്കൽ ലീഗൽ നോളജ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ പോയിന്റുകള്? മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിയുന്നതിന്റെ നീഡാണ് അതിലുള്ള റീസൺസുകളാണ്. നമുക്ക് കാര്യം മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ പരമാവധി സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഏറ്റവും ക്വാളിറ്റിയുള്ള മെഡിക്കൽ കെയർ ആളുകൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലോയർമാര് കുറവാണ് അല്ലെ. കേസുകൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈ അവയർനെസ് നമ്മളെ സഹായിക്കും കേട്ടോ. മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യാനും അവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാനും സഹായിക്കുന്നു. അതുപോലെ പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് ഹോസ്പിറ്റലിനെ പറ്റിയിട്ടും മെഡിക്കൽ പ്രാക്ടീഷണർമാരെ പറ്റിയിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് ഒബ്ലിഗേഷൻസ് മനസ്സിലാക്കാനും എത്തിക്കൽ ലീഗൽ അവയർനെസ്
സഹായിക്കുന്നു. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അവിടെ ഉണ്ടല്ലോ അല്ലേ? അടുത്തതാണ് മെഡിക്കോ ലീഗൽ കേസസ് കേട്ടോ. മെഡിക്കോ ലീഗൽ കേസ് MLC എന്നാണ് നമ്മൾ പറയാ. അതായത് നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, MLC കേസ് വന്നിട്ടുണ്ടെന്ന് പറയും അല്ലെ. മെഡിക്കോ ലീഗൽ കേസ് എന്നാണ് പറയാ. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, വേറൊന്നുമല്ല, നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ കേസുകൾ, ആക്സിഡന്റ് കേസുകൾ, അതുപോലെ സൂയിസൈഡ്, പിന്നെ എന്താണ് മർഡറുകൾ, കൊലപാതകങ്ങൾ, ഇതൊക്കെ എന്താണ് മെഡിക്കോ ലീഗൽ കേസുകളാണ്. അത്തരം കേസുകൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ അവർ MLC എന്ന് പറഞ്ഞിട്ടാണ് അത് രജിസ്റ്റർ ചെയ്യും. ഉടനെ തന്നെ അവര് പോലീസിന് ഇൻഫോം ചെയ്യും. അവർ വരുന്നു, പിന്നെ അതിന് അന്വേഷണങ്ങളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഇസ് എ കേസ് ഓഫ് ഇൻജുറി ഓർ ഇൽനെസ് where the attending doctor, after history taking and clinical examination, considers that investigations by the law enforcing agencies are warranted to find out the circumstances and fix the responsibility of regarding the same. എന്താണ് പറയുന്നത്? അതായത് ഇറ്റ് ഇസ് എ കേസ് ഓഫ് ഇൻജുറി ഓർ ഇൽനെസ് അല്ലെ. ഇറ്റ് ഇസ് എ കേസ് ഓഫ് ഇൻജുറി ഓർ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു അസുഖമാവാം. അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അസുഖമോ പരിക്കോ ആകാം. ഓക്കെ, ഇറ്റ് ഇസ് എ കേസ് ഓഫ് ഇൻജുറി ഓർ ഇൽനെസ്. അതെന്ന് പറഞ്ഞാൽ അറ്റൻഡിംഗ് ഡോക്ടർ ആഫ്റ്റർ ഹിസ്റ്ററി ടേക്കിംഗ് ആൻഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതായത് അവര് നോക്കുന്ന ഡോക്ടർ, അറ്റൻഡിംഗ് ഡോക്ടർ എന്ത് ചെയ്യുന്നു? അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുന്നു, ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് മറ്റും നടത്തുന്നു. അതില് ഡോക്ടർ എന്ത് ചെയ്യാണ്? ഡോക്ടർക്ക് മനസ്സിലാവുകയാണ് ഇറ്റ് കൺസിഡേഴ്സ് ദാറ്റ് investigations by the law enforcing agencies are warranted to find out the circumstances. അതായത് ഡോക്ടർക്ക് തോന്നുന്നതാണ് അതൊരു മെഡിക്കൽ നിയമപരമായിട്ടുള്ള ലോ എൻഫോഴ്സിംഗ് ഏജൻസിയുടെ അന്വേഷണം ആവശ്യമായിട്ട് വരുന്ന കേസാണെന്ന് ബോധ്യപ്പെടുന്ന മെഡിക്കൽ കേസ് കേട്ടോ. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ ചിന്തിക്കേണ്ട. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ അതൊരു അസുഖമാവാം, പരിക്കാവാം. ഇത്തരം അസുഖമാണെങ്കിൽ പരിക്കിന്റെ കാരണങ്ങള് അല്ലെ, അതിന്റെ വസ്തുതകൾ കണ്ടെത്താനായിട്ട് നമുക്ക് ലോ എൻഫോഴ്സിംഗ് ഏജൻസി, അതായത് പോലീസും കോടതിയും പോലെയുള്ള നീതി നിർവഹണ വിഭാഗത്തിന്റെ സഹായം ആവശ്യമായിട്ട് വരും. അത്തരം കേസുകളെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസ് അഥവാ MLC എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സാമ്പിൾസ് ഓഫ് മെഡിക്കോ ലീഗൽ കേസസ് ആണ് കേട്ടോ. ഇത്തരത്തിലുള്ള മെഡിക്കോ ലീഗൽ കേസുകളുടെ എക്സാമ്പിളുകളാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഓരോന്ന് എന്തൊക്കെയാ നോക്കാം. ഒന്നാമത്തത് RTA. RTA എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് കേട്ടോ. എന്താണ്? റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. RTA. അതുപോലെ തന്നെ എന്താണ്? റെയിൽ ആക്സിഡൻസ്, ഫാക്ടറി ആക്സിഡൻസ് or any other unnatural accidents. അതായത് ഒരുവിധപ്പെട്ട എല്ലാ ആക്സിഡൻസും എന്താണ്? ഒരുവിധപ്പെട്ടതല്ല, എല്ലാ ആക്സിഡൻസും എന്ത് തന്നെയാണ്? മെഡിക്കോ ലീഗൽ കേസുകളാണ്. നമുക്ക് പോലീസിന്റെ മറ്റു അന്വേഷണം ആവശ്യമായിട്ട് വരും. എക്സാമ്പിളുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ സസ്പെക്ടഡ് ഹോമിസൈഡ്സ്, സൂയിസൈഡ്സ്, സംശയിക്കപ്പെടുന്ന കൊലപാതകങ്ങള്, ആത്മഹത്യകള്. ചില ആത്മഹത്യകൾ എന്ന് പറയുമ്പോൾ അതിന് ചില ആത്മഹത്യ പ്രേരണ കൊണ്ടൊക്കെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ പുറകിൽ നമുക്കൊരു അന്വേഷണം ആവശ്യമായിട്ട് വരും. അത്തരത്തിലുള്ള മെഡിക്കോ ലീഗൽ അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. പിന്നെ സസ്പെക്ടഡ് ഓർ എവിഡന്റ് പോയ്സണിങ്സ്, ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ. അതുപോലെ തന്നെ സംശയിക്കപ്പെടുന്നതോ വ്യക്തമായിട്ടുള്ളത് വിഷബാധകള്, പോയ്സണിങ്സ്, അതുപോലെ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ, മദ്യത്തിലൊക്കെ വിഷം കലർത്തി അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ, അങ്ങനെയുള്ളത് കേട്ടോ. മദ്യ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ നമ്മുടെ നാട്ടിൽ. അതൊക്കെ മെഡിക്കോ ലീഗൽ കേസുകളുടെ എക്സാമ്പിൾ ആണ്. അതുപോലെ ബേൺ ഇഞ്ചുറീസ് ഡ്യൂ ടു എനി കോസ് ഇലക്ട്രോഷൻ, അതുപോലെ ഏതെങ്കിലും കാരണം കൊണ്ട് സംഭവിക്കുന്ന പൊള്ളല് മൂലം ഉണ്ടാവുന്ന പരിക്കുകള്. ഇലക്ട്രോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതാഘാതമാണ് കേട്ടോ. ഷോക്ക് ഏറ്റൊക്കെ മരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഫിസിക്കൽ അസോൾട്ട് കേസസ്, ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങള്. പിന്നെ അനിമൽ അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ്. അനിമൽ അറ്റാക്കും സ്നേക്ക് ബൈറ്റും ഒക്കെ മെഡിക്കോ ലീഗൽ കേസാണ്. നിങ്ങൾ മറ്റേ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ആക്ഷൻ ഹീറോ ബിജു സിനിമ കണ്ടിട്ടില്ലേ? നിതിൻ പോളിയുടെ ആക്ഷൻ ഹീറോ ബിജു കണ്ടിട്ടുണ്ടോ? ആ സിനിമയ്ക്കകത്തില്ലേ ഒരു കുട്ടീനെ പട്ടീനെ വിട്ട് കട്ടിപ്പിക്കുന്നത്, അനിമൽ അറ്റാക്ക്. അതിനകത്ത് കൃത്യമായിട്ട് അവര് ഒരു കേസിന്റെ കാര്യങ്ങളും സെക്ഷനൊക്കെ പറയുന്നുണ്ട്. കണ്ടിട്ടില്ലേ സിനിമ? അതെ, അത് ഓർക്കാൻ മതി. അതുപോലെ തന്നെ സ്നേക്ക് ബൈറ്റ് നമ്മുടെ കേരളത്തിൽ നടന്നൊരു ഫേമസ് ആയിട്ടുള്ളൊരു
സംഭവമുണ്ട്. ഉത്തരാകൊലക്കേസ് കേട്ടിട്ടില്ല? ഉത്തരാകൊലക്കേസ് പാമ്പിനെ വെച്ചിട്ട് കൊന്നതൊക്കെ കേസ് ഉണ്ടായിട്ടില്ലേ? അതൊക്കെ എന്താ നമ്മൾ വിചാരിക്കും സാധാരണ സംഭവിച്ചൊരു അല്ലെ, നോർമലി ഉണ്ടായതാന്ന് വിചാരിച്ചത്. പക്ഷെ പുറകിലേക്ക് പോയപ്പോഴാണ് ഇത്രയും വലിയൊരു പ്ലാനിന് എന്റെ പുറകിൽ ഉണ്ടായിരുന്നു മനസ്സിലായത് അല്ലെ. ഉത്തരാകൊലക്കേസ് നല്ലൊരു എക്സാമ്പിൾ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കും ആലോചിച്ചൊക്കെ എന്റെ പുറകിലേക്ക് ചിന്തിച്ചപ്പോഴാണ് ഇത്രയും വലിയൊരു കേസ് ആണെന്ന് നമുക്ക് മനസ്സിലായത്. ആരും സംശയിക്കപ്പെടാത്ത രീതിയിലുള്ളൊരു കൊലപാതകം. അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ആനിമൽ അറ്റാക്ക്, അതുപോലെ തന്നെ സ്ട്രേറ്റ് ബൈറ്റ്, അതുപോലെ മാസ് ഫുഡ് പോയിസണിങ്, അതായത് ഭക്ഷ്യവിഷബാധകളൊക്കെ ഉണ്ടാവില്ലേ, അത്തരം കേസുകള്. അതുപോലെ കേസസ് ഓഫ് സെക്ഷൽ അറ്റാക്ക്, റേപ്പുകള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്, സെക്ഷൽ അറ്റാക്സ്. പിന്നെ എന്താണ് സസ്പെക്ടഡ് ഓർ ഒബിയസ് ക്രിമിനൽ അബോർഷൻ, ക്രിമിനൽ ആയിട്ടൊക്കെ ചെയ്യുന്ന ഗർഭഛിദ്രം, അബോർഷൻ കേസുകള്, അതൊക്കെ. പിന്നെ ഇഞ്ചുറി കേസസ് വെർ ഫൗൾ പ്ലേ ഇസ് സസ്പെക്ടഡ്, അതായത് നമ്മള് ഒരു എന്താ പറയാ സംശയിക്കപ്പെടുന്ന ഫൗൾ പ്ലേ സസ്പെക്ട് ചെയ്യുന്ന ഇഞ്ചുറി കേസുകളൊക്കെ ഉണ്ടാവല്ലോ. അതെ, ഇഞ്ചുറി കേസുകൾ. അതുപോലെ തന്നെ ഇഞ്ചുറി കേസസ് വെർ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ, അതുപോലെ ഇഞ്ചുറി കേസസ് തന്നെ പക്ഷെ അടുത്തിടെ മരണം സംഭവിക്കാൻ സാധ്യത, മരണപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി അടുത്തിടെ അല്ലെങ്കിൽ അടുത്ത് തന്നെ മരണം സംഭവിക്കാവുന്ന കേസുകൾ വരാം അല്ലെ, ഇഞ്ചുറി കേസുകള്. പിന്നെന്താണ് അൺകോൺഷ്യസ് കേസസ് വേർ റീസൺ ഓഫ് ഇറ്റ് ഇസ് അൺക്ലിയർ, അതുപോലെ അബോധാവസ്ഥയിലൊക്കെ കൊണ്ടുവരുന്ന കേസുകൾ, പ്രത്യേകിച്ച് കാരണങ്ങൾ റീസൺ ചിലപ്പോൾ വ്യക്തമായിരിക്കില്ല, വ്യക്തമല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അബോധാവസ്ഥയിലൊക്കെ കൊണ്ടുവരുന്ന കേസുകൾ കേട്ടോ. പിന്നെന്താണ് ബ്രോട്ട് ഡെത്ത് കേസസ് വേർ ക്രിമിനൽ ഒഫൻസ് സസ്പെക്ട്, അതുപോലെ ക്രിമിനൽ ഒഫൻസ് സംശയിക്കപ്പെടുന്ന ഈ പറയുന്ന മരണ കേസുകള്. പിന്നെ കേസസ് റെഫേർഡ് ഫ്രം ദ കോർട്ട്, കോടതിയിൽ നിന്നും റെഫർ ചെയ്ത് വിടുന്ന കേസുകൾ, അതൊക്കെ എന്താണ് മെഡിക്കോ ലീഗൽ കേസുകളാണ്. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് ഏതൊന്നും അറിയാനില്ല. മെഡിക്കോ ലീഗൽ കേസുകൾക്ക് എക്സാമ്പിൾ ആണ് ആ പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന കേസുകൾ ഡോക്ടർ പരിശോധിച്ച് ഡോക്ടർക്ക് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഉടനടി അവർക്ക് പോലീസിനെ വിളിച്ചറിയാം. അത്തരം കേസുകൾ നമ്മൾ പറഞ്ഞില്ല, അൺകോൺഷ്യസ് കേസസ്, വ്യക്തമല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അബോധാവസ്ഥയിലൊക്കെ കൊണ്ടുവരുന്ന കേസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഡോക്ടർ പരിശോധിക്കുന്ന എന്തെങ്കിലും ഡോക്ടർക്ക് ഒരു സസ്പെക്ടഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉടനടി അത് എന്ത് ചെയ്യും, പോലീസിനെ അറിയിക്കും, പോലീസ് വരും, അത് മെഡിക്കോ ലീഗൽ കേസായിട്ട് രജിസ്റ്റർ ചെയ്യും, അന്വേഷണമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ അല്ലേ? പിന്നെ മറക്കില്ലല്ലോ മെഡിക്കോ ലീഗൽ കേസ് എന്താണെന്നും. ഇനി ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ MLC കേസസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം മെഡിക്കോ ലീഗൽ കേസുകളാണ് അതിന്റെ എക്സാമ്പിളുകൾ കേട്ടോ. ഓക്കെ, അപ്പൊ മെയിൻ ഭാഗങ്ങള് നമ്മൾ ലോ എന്താണ്, മെഡിക്കോ ലീഗൽ കേസ് എന്താണ്, എക്സാമ്പിളുകളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ലോകളാണ് കേട്ടോ, ആക്ടുകളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ആക്ടുകളുടെ വർഷങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഏതൊക്കെ ആക്ടുകളാണ് പഠിക്കാനുള്ളത്? ഇത് ചെറിയൊരു ഫ്ലോ ചാർട്ട് പോലെ, ചാർട്ട് അല്ല, ഒരു ചെറിയൊരു ഡയഗ്രം പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പഠിക്കാൻ ഇരിക്കുന്ന, ഇനി നമ്മൾ അടുത്ത പേജുകളിൽ കാണാൻ പോകുന്ന ലോകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജനറൽ ആക്ട് പഠിക്കാനുണ്ട്, ജനറൽ ആക്ടുകൾ പഠിക്കാനുണ്ട്, പിന്നെ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ടുകൾ പഠിക്കാനുണ്ട്, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ മിസലേനിയസ് ആക്ടുകളുണ്ട്, മറ്റു പല ആക്ടുകളുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ലോ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് കേട്ടോ, ഉപഭോക്തൃ സംരക്ഷണ നിയമം. അപ്പൊ ഇത്രയും നിയമങ്ങള്, ആക്ടുകളൊക്കെയാണ് നമുക്ക് ഇനി പഠിക്കാനായിട്ട് ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഓരോ ആക്ടുകൾ പഠിക്കുമ്പോൾ വർഷങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വർഷം എടുത്ത്. അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ടെൻഷൻ തോന്നിച്ചു, അത്രയും ആക്ടുകളുടെ വർഷങ്ങൾ ഞങ്ങൾ ഇനി എങ്ങനെ പഠിക്കുന്നത്, നമുക്ക് അതിനൊക്കെ ഒരു സൂത്രപ്പണിയിലൂടെയൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ, കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് വൺ, ലെജിസ്ലേഷൻ ആപ്ലിക്കബിൾ ടു ഹോസ്പിറ്റൽസ് കേട്ടോ. ഓക്കെ, ഹോസ്പിറ്റൽസിനും ആപ്ലിക്കബിൾ ആകുന്ന കുറച്ച് നിയമങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന് മാത്രമല്ല കേട്ടോ, ഹോസ്പിറ്റലിനും ആപ്ലിക്കബിൾ ആകുന്ന നിയമങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ പഠിക്കുന്ന ജനറൽ ആക്ടുകളാണ് കേട്ടോ, പൊതുവായിട്ടുള്ള നിയമങ്ങൾ. പൊതുവായിട്ടുള്ള നിയമം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ പെടും, മറ്റു പല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ബാധകമായിട്ടുള്ള ആക്ടുകളാണ്. ഞങ്ങൾക്ക് ഹോസ്പിറ്റലും ഉണ്ട് കേട്ടോ. ഓക്കെ, ജനറൽ ആക്ട്. ഫസ്റ്റ് ആക്ട് ഇതാണ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാം കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, 1947 വ്യാവസായിക തർക്ക നിയമം. അതാണ് 1947 വ്യാവസായിക തർക്ക നിയമം, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്.
വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ പഠിക്കാൻ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. അണ്ടർലൈൻ ചെയ്തിരിക്കുക. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി, വ്യവസായം എന്ന ടേം, എന്ന പദത്തിന്റെ കീഴിലാണ് ഹോസ്പിറ്റൽ വരുന്നത്. ഈ ആക്ട് പ്രകാരം എന്താണ്? ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി അഥവാ വ്യവസായം എന്ന ഒരു ടേമിന്റെ കീഴിലാണ് ഹോസ്പിറ്റൽ വരുന്നത്. പിന്നെ it can be applied when the number of employees greater than 50. Important ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുക. എന്താണ് പറയുന്നത്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം എന്താണ്? ഒരു സ്ഥാപനത്തില് 50ഓ 50ൽ കൂടുതലോ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അവിടെ ആപ്ലിക്കബിൾ ആണ്. പറഞ്ഞത് അതായത് തൊഴിലാളികളുടെ എണ്ണം 50ഓ 50ൽ കൂടുതലോ ആണെങ്കിൽ അവിടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്? ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓരോ ആക്ടും വരാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും അല്ലെ. ചില കാരണങ്ങൾ കൊണ്ടാണ് പല നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് വരുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു നിയമം കൊണ്ടുവന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്? ഒന്ന്, സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. അതാണ് സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി. വ്യാവസായിക സമാധാനവും ഐക്യവും സുരക്ഷിതമാക്കുക. ഒന്നാമത്തെ ലക്ഷ്യം അതാണ്. അതാണ് വ്യാവസായിക സമാധാനവും ഐക്യവും സുരക്ഷിതമാക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കങ്ങളാണ് കേട്ടോ. അതുപോലെ വ്യാവസായിക തർക്കങ്ങള് സെറ്റിൽ ചെയ്യുക. ഈ രണ്ട് ലക്ഷ്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ആക്ടാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ഇതൊക്കെയാണ് വ്യാവസായിക സമാധാനവും ഐക്യവും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ എന്താണ്? വ്യാവസായിക തർക്കങ്ങൾ പരിഹരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ആക്ട് പ്രകാരം വ്യവസായം എന്ന പദത്തിന്റെ കീഴിലാണ് ആര് വരുന്നത്? ഹോസ്പിറ്റൽ വരുന്നത്. അപ്പൊ ഹോസ്പിറ്റലിന് ഈ പറയുന്ന ആക്ട് ആപ്ലിക്കബിൾ ആണ്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. അടുത്തതാണ് മിനിമം വേജസ് ആക്ട് 1948. 1948 മിനിമം വേതന നിയമം. എന്താണ് മിനിമം വേതന നിയമം പറയുന്നത്? മിനിമം വേജസ് ഫിക്സഡ് ഫോർ ദ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ്. ഫുൾ സ്റ്റോപ്പ് ഇടാം. അത്രയുള്ള ആ സെന്റൻസ് മാത്രമേ ഉള്ളൂ. അടുത്തത് വേറെ ആക്ട് ആണ് കേട്ടോ. പക്ഷെ അതിന്റെ കൂടെ വന്നേക്കുന്നത് മാത്രം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് വേറെ ഒരു ആക്ട് ആണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. മിനിമം വേജസ് ഫിക്സഡ് ഫോർ ദ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ്. അതായത് വിവിധ ഗ്രൂപ്പ് തൊഴിലാളികൾക്ക് മിനിമം വേതനം, അവർക്ക് മിനിമം വേതനം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആക്ട് ആണ് മിനിമം വേജസ് ആക്ട് 1948. 1947 മിനിമം വേതന നിയമം. എന്താണ്? വിവിധ ഗ്രൂപ്പ് തൊഴിലാളികൾ കേട്ടോ. വിവിധ ഗ്രൂപ്പ് തൊഴിലാളികൾക്ക് അവർക്ക് എന്താണ് ഇത്ര മിനിമം വേതനം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ആക്ട്. പണ്ട് കാലത്തൊക്കെ ഇത്തരം ആളുകളെയൊക്കെ ഒരുപാട് ചൂഷണം ചെയ്തിരുന്നു. വേതനം പോലും കൊടുക്കാതെ, ഒരു മിനിമം വേതനം പോലും കൊടുക്കാതെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മിനിമം വേജസ് ആക്ട് കൊണ്ടുവന്നത് കേട്ടോ. എന്താണ് വർഷം? 1948. അടുത്തത് കേട്ടോ, മൂന്നാമത്തെ ആക്ട് എന്താണ്? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് അഥവാ PF ആക്ട് 1952. പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? PF ആണ് അല്ലെ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. 1952 എംപ്ലോയീസിന് EPF എന്ന് പറയും കേട്ടോ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, PF ഫണ്ട് ആക്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും PF-നെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലെ. PF എടുക്കുക, PF കിട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. PF എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു റിട്ടയർമെന്റ് ആനുകൂല്യ പദ്ധതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു സാമ്പത്തിക എന്താ പറയാ സേവിങ്സ് പദ്ധതിയാണ്. സുരക്ഷാ സേവിങ്സ് സ്കീം എന്നൊക്കെ നമുക്ക് എന്തെങ്കിലും പറയാം, PF-ന് പറയാം. അപ്പൊ PF എന്ന് പറയുന്നത് ശരിക്കും ലക്ഷക്കണക്കിന് സാലറി വാങ്ങുന്ന ആളുകൾ ഉദ്ദേശിച്ചിട്ടല്ല ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു സുരക്ഷാ സേവിങ് സ്കീമാണ് കേട്ടോ PF എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷൂറിയസ് അല്ലെങ്കിൽ ലക്ഷങ്ങള് ശമ്പളം വാങ്ങുന്ന ആളുകളെ എല്ലാം മെയിൻ അവിടെ ഫോക്കസ് ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷാ സേവിങ് സ്കീമായിട്ടാണ് നമ്മൾ പൊതുവെ PF-നെ കണക്കാക്കുന്നത്. പിന്നെ PF എന്ന് പറയുമ്പോൾ അതില് എംപ്ലോയറും എംപ്ലോയീസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഈ പറയുന്ന നമ്മുടെ തൊഴിലുടമകളും അതുപോലെ തന്നെ തൊഴിലാളികളും
എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപോലെ ഈ പറയുന്ന PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഈ രണ്ട് ആക്ട് ഒന്ന് വായിച്ചു നോക്കിയേ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും മിനിമം വേജസ് ആക്ടും ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയല്ലോ. അപ്പൊ നോക്കാം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. എംപ്ലോയർ ഈസ് നീഡഡ് ടു റിക്കവർ ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ് അറ്റ് സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്സ്, donate an equal amount as employees share and credit the fund regularly with the government. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ആദ്യം തന്നെ എംപ്ലോയർ ആരാണെന്നും എംപ്ലോയി ആരാണെന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയാം, എങ്കിലും കൺഫ്യൂസ്ഡ് ആകരുത്. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ തൊഴിലുടമകളാണ്. ഓക്കെ, എംപ്ലോയർ എംപ്ലോയർ തൊഴിലുടമകളാണ്, തൊഴിൽദാതാക്കളാണ്. എംപ്ലോയി എന്ന് പറഞ്ഞാല് തൊഴിലാളികളാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, എങ്കിലും പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ തോന്നും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എംപ്ലോയർ ഈസ് നീഡഡ് ടു റിക്കവർ ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ് അറ്റ് സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്. സ്റ്റിപ്പുലേറ്റഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നിശ്ചിത നിരക്കെന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ. അതായത് തൊഴിലുടമകള് അഥവാ തൊഴിൽദാതാക്കള്, മുതലാളിമാര് ഈ പറയുന്ന തൊഴിലാളികളുടെ വേതനത്തിന്റെ ഒരു നിശ്ചിത നിരക്ക് റിക്കവർ ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് PF-ലോട്ട് എടുത്തിട്ട് ഡൊണേറ്റ് ആൻ ഈക്വൽ എമൗണ്ട് ആസ് എംപ്ലോയീസ് ഷെയർ, അതിന് തുല്യമായിട്ടുള്ള തുക തൊഴിലുടമകളും PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്രെഡിറ്റ് ചെയ്ത ഫണ്ട് റെഗുലർലി കിട്ടുന്നത് ഗവൺമെന്റ്. ഈ എമൗണ്ട് ഫണ്ട് എവിടേക്കാണ് പോകുന്നത്? ഗവൺമെന്റിലോട്ടാണ് പോകുന്നത്. ഒന്നുമില്ല, അതായത് തൊഴിലുടമകളും തൊഴിലാളികളും ഒരുപോലെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ തൊഴിലാളികൾ അവരുടെ വേതനത്തിന്റെ ഒരു നിശ്ചിത നിരക്ക് PF-ലോട്ട് റിട്രീവ് ചെയ്യുമ്പോൾ അതേ തുകയ്ക്ക് തുല്യമായിട്ടുള്ള തുക തന്നെ തൊഴിലുടമകളും ആരുടെ PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? തൊഴിലാളികളുടെ PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ട് ആർക്കാണ് പോകുന്നത്? ഗവൺമെന്റിലോട്ടാണ് പോകുന്നത്. പിന്നീട് ഏതെങ്കിലും ഒരു അവസരം വരുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് തൊഴിലാളികൾക്ക് എന്ത് ചെയ്യാം? PF പിൻവലിച്ച് കഴിഞ്ഞാൽ അവർക്കായി എമൗണ്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ 1000 രൂപ വേതനം മേടിക്കുന്ന ഒരാളാണ്, ചെറിയ സംഖ്യ വെച്ച് പറയുന്നതാണ് കേട്ടോ. 1000 രൂപ വേതനം മേടിക്കുന്ന ആളാണെങ്കിൽ ഒരു സ്റ്റിപ്പുലേറ്റഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവെ PF ഒക്കെ 12% ആണ് പറയാം കേട്ടോ. 1000 രൂപയുടെ 12% എന്ന് പറയുന്നത് 120 രൂപയാണ്. അപ്പൊ ഒരു തൊഴിലാളി തനിക്ക് കിട്ടുന്ന വേതനത്തിന്റെ എന്താണ് ഒരു 120 രൂപ PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതേ 120 രൂപ തന്നെ തൊഴിലുടമകളും ആരുടെ PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ തൊഴിലാളിയുടെ PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കാര്യം മനസ്സിലായോ? രണ്ടും കൂട്ടരും PF-ലോട്ട് കോൺട്രിബ്യൂട്ട് കേട്ടോ. ഒരേ തുക തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എംപ്ലോയർ ഈസ് നീഡഡ് ടു റിക്കവർ ഫ്രം ഇറ്റ്സ് എംപ്ലോയീസ് അറ്റ് സ്റ്റിപ്പുലേറ്റഡ് റേറ്റ്. അതായത് എംപ്ലോയിയുടെ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത നിരക്കില് PF-ലോട്ട് റിട്രീവ് ചെയ്യുമ്പോൾ ഡൊണേറ്റ് ആൻ ഈക്വൽ എമൗണ്ട് ആസ് എംപ്ലോയീസ് ഷെയർ, തൊഴിലുടമകളും അതേ തുക തന്നെ തന്റെ ഷെയർ ആയിട്ട് എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ക്രെഡിറ്റ് ചെയ്ത ഫണ്ട് റെഗുലർലി വിത്ത് ഗവൺമെന്റ്, അത് നേരെ പോകുന്നത് ഗവൺമെന്റ് ഫണ്ടിലോട്ടാണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് നോക്കിയേ. ക്യാൻ ബി അപ്ലൈഡ് when the number of employees greater than 20. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ആക്ട് അപ്ലിക്കബിൾ ആവും എപ്പോഴാണ്? ഈ പറയുന്ന 20ഓ 20ൽ കൂടുതലോ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനില് ഈ പറയുന്ന ആക്ട് അപ്ലിക്കബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 20ഓ 20ൽ കൂടുതലോ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? PF അവിടെ ഉണ്ടായിരിക്കണം. PF ആക്ട് അവിടെ അപ്ലിക്കബിൾ ആണ്. നേരത്തെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പറഞ്ഞത് 50 എണ്ണം പറഞ്ഞത്. അപ്പൊ അത് ഇനി നമ്മൾ പറയുമ്പോൾ മാറിപ്പോകുന്നു കേട്ടോ. PF ആക്ടിൽ നമ്മൾ പറഞ്ഞത് 20ഓ 20ൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഈ ഒരു ആക്ട് അവിടെ അപ്ലിക്കബിൾ ആണ്. പിന്നെന്താണ്? നോൺ കംപ്ലൈൻസ് ഈസ് പനിഷബിൾ ബൈ ദ ഇംപ്രിസൺമെന്റ്. ഈ ഒരു ആക്ട് പാലിക്കാതിരുന്നാൽ, നോൺ കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിക്കപ്പെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പനിഷബിൾ ബൈ ദ ഇംപ്രിസൺമെന്റ്. അത് എന്താണ്? പനിഷബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ശിക്ഷ ലഭിക്കും ഈ ഒരു ആക്ട് അതവിടെ ഉപയോഗിച്ചില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ 3 ആക്ടുകൾ കഴിഞ്ഞു കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, അതുപോലെ മിനിമം വേജസ് ആക്ട് 1948, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്
1952, 1952. അടുത്ത ആക്ട് എന്താണ്? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 കേട്ടോ. 1965 പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, അതായത് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. ബോണസ് എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അല്ലെ, ബോണസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസൺ ഒക്കെ വരുന്ന സമയത്ത് ആളുകൾക്ക് ബോണസ് കൊടുക്കാറുണ്ട് അല്ലെ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ഫിക്സഡ് സാലറി ഉണ്ട്, അതിന് ആ ഫിക്സഡ് സാലറിക്ക് പുറമെ നമുക്ക് കൊടുക്കുന്ന ചെറിയൊരു അധിക വരുമാനമായിട്ടാണ് പൊതുവെ നമ്മൾ ബോണസിന് കണക്കാക്കുന്നത് അല്ലെ. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. എന്താണ് ബോണസ് ആക്ടിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് വെൻ ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 40. എത്രയാണ്? ഗ്രേറ്റർ ദാൻ 40. അതായത് 40 കൂടുതലോ എംപ്ലോയീസ് ഉള്ള ഓർഗനൈസേഷന്റെ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് അപ്ലിക്കബിൾ ആണ്. എത്രയാണ്? തൊഴിലാളികളുടെ എണ്ണം 40 അല്ലെ. 40 കൂടുതലോ എംപ്ലോയീസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് എന്താണ്? അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ പെയ്ഡ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചാരിറ്റബിൾ ആയിട്ടുള്ള അല്ലെ, ഈ പറയുന്ന എന്താണ്, ജീവകാരുണ്യപരമായിട്ട് പ്രവർത്തിക്കുന്ന നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളെ ഈ പറയുന്ന ആക്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സ്പെയർഡ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ എടുത്ത് ചോദിക്കാം, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെയാണ് ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസുകളാണ്. അതായത് ലാഭേച്ഛയില്ലാതെയും അതുപോലെ തന്നെ ചാരിറ്റബിൾ പർപ്പസോട് കൂടി പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ, അത്തരം ഹോസ്പിറ്റലുകളെ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിൽ നിന്ന് ഇന്ത്യയിലുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് ആ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവും. ബോണസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഫിക്സഡ് സാലറിക്ക് പുറമേ കൊടുക്കുന്ന ഒരു അധിക വരുമാനം എന്നുള്ള രീതിയിൽ നമുക്ക് ബോണസ് ആയിട്ട് കിട്ടിയെന്നാണ് പറയുക അല്ലെ, ബോണസ് കിട്ടി എന്ന് പറയും. ഓക്കെ, അതാണ് ബോണസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ചാരിറ്റബിൾ അല്ലെങ്കിൽ ഈ പറയുന്ന നോൺ പ്രോഫിറ്റബിൾ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവർക്കെന്ന് പറയുമ്പോൾ എന്താണ്, വലിയ വരുമാനം എന്ന് പറയാൻ ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടിയെന്ന് വരിക. കാരണം ഒരു ലാഭം പ്രതീക്ഷിക്കുന്നില്ല, സേവന മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ അവർക്ക് അവിടെ ലാഭത്തിനല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം സേവനങ്ങൾക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ഒരുപക്ഷെ ധാരാളം വരുമാനം, റവന്യൂ എന്ന് പറയാൻ ചിലപ്പോൾ ഉണ്ടായെന്ന് വരിക അല്ലെ. അതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഒരു ബോണസ് കൊടുക്കാനുള്ള ഒരു എമൗണ്ട് ചിലപ്പോൾ അവിടെ ഉണ്ടായെന്ന് വരില്ല. സാലറി കൊടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് അധിക വരുമാനം, അവിടെ നമ്മൾ അധിക വരുമാനം എന്നല്ല ശരിക്കും പറയാം, സർപ്ലസ് എന്നാണ് പറയുക, മിച്ച മൂല്യം എന്നാണ് പറയുക. എന്തെങ്കിലും അത്തരം ഹോസ്പിറ്റലുകളുടെ മിച്ചം അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ അവരത് എന്തെങ്കിലും ഉപയോഗിക്കുള്ളൂ, അവരുടെ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ ക്വാളിറ്റി സേവനങ്ങൾ കൊടുക്കാനായിട്ടാണ് അവരായി എമൗണ്ട് ഉപയോഗപ്പെടുത്തും. ചിലപ്പോൾ ഒരിക്കലും എന്തെങ്കിലും ഉപയോഗപ്പെടില്ല, ലാഭം അവർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് അത്തരം ഹോസ്പിറ്റലുകളെ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ ആണോ? അടുത്തത് കേട്ടോ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ചാരിറ്റബിൾ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റലിന്റെ ഏത് ആക്ടിൽ നിന്നാണ് ഒഴിവാക്കിയിരിക്കുന്നത്? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിൽ നിന്നാണ് ഒഴിവാക്കിയിരിക്കുന്നത് കേട്ടോ. വർഷം എന്താണ്? 1965. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആണ് കേട്ടോ. 1972 എന്താണ്? പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. പൊതുവെ നമ്മൾ പറയും ഗ്രാറ്റുവിറ്റി അല്ലെ. ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ അത് ശരിക്കും എന്താണ്? ഒന്നില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് അല്ലെ, അല്ലെങ്കിൽ റിട്ടയർമെന്റിന്റെ സമയത്ത്, പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊരു ആനുകൂല്യം അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് പോലെ കൊടുക്കുന്ന ഒന്നാണ്. ഈ മരണത്തെ തുടർന്ന് അല്ലെ, സൂപ്പർ ആനുവേഷൻ അത് നമുക്ക് പറയും അല്ലെ, മരണത്തോട് അടുക്കുമ്പോൾ, അതായത് ജോലിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ ആ സമയത്തൊക്കെയാണ് നമ്മൾ പൊതുവെ ഇത് കൊടുക്കുന്നത്, ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ. ശ്രദ്ധിക്കാട്ടോ, ഒരു പോയിന്റ് ഉണ്ട്. ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു എംപ്ലോയീസ് അറ്റ് 15 days pay for every completed year of service at the time of his or her superannuation or death. കണ്ടോ? അതായത് ഒന്നില്ലെങ്കിൽ മരണത്തെ തുടർന്നോ അല്ലെങ്കിൽ സൂപ്പർ ആനുവേഷൻ നമ്മൾ പറയില്ല, ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത്, ആ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് എങ്ങനെയാണ് ആ പേയ്മെന്റ് കൊടുക്കണമെന്ന് അറിയാമോ? ആ ഒരു എംപ്ലോയി പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും
15 ദിവസത്തെ വേതനമാണ് എന്തായിട്ട് കൊടുക്കുന്നത്, ഗ്രാറ്റുവിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, അതായത് ഒരു എംപ്ലോയി അവരുടെ ഡെത്തിനെ തുടർന്നോ അല്ലെങ്കിൽ ഈ ഒരു പക്ഷെ അവരുടെ പിരിഞ്ഞു പോകുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു എംപ്ലോയി അവരെ പൂർത്തിയാക്കിയിട്ടുള്ള ആ കമ്പനിയിൽ ആ ഓർഗനൈസേഷൻ അവരെ പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിനും 15 ദിവസത്തെ വേതനമാണ് അവർക്ക് എന്തായിട്ട് കൊടുക്കുന്നത്, ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്, മനസ്സിലായോ? അതായത് ഒരു എക്സാമ്പിൾ പറയാം, ഒരു എംപ്ലോയി അയാള് ഒരു 20 വർഷം കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. 20 വർഷം അയാൾ ജോലി ചെയ്തു, 20ാമത്തെ വർഷം അയാൾ വിരമിച്ചു പോവുകയാണ്, ജോലിയിൽ നിന്ന് തന്നെ വിട്ടുപോവാണ്. അപ്പൊ അയാള് ആദ്യത്തെ ഒരു വർഷം, 20 വർഷം അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഒരു വർഷം അല്ലെ, ആ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു വർഷത്തെ ഒരു 15 ദിവസത്തിന്റെ വേതനം അത് അവിടെ വെക്കുന്നു. പ്ലസ് രണ്ടാമത്തെ വർഷത്തിൽ അയാൾ കംപ്ലീറ്റ് ചെയ്തതാണ്, അന്നത്തെ ആ ഒരു വർഷത്തിൽ 15 ദിവസത്തെ വേതനം പ്ലസ് മൂന്നാമത്തെ വർഷം അല്ലെ. അങ്ങനെ നോക്കി 20 വർഷം അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 20 വർഷത്തില് ഈ മാറ്റി വെച്ച 15 ദിവസത്തിന്റെ തുക ഒരു ടോട്ടൽ ലക്സം എമൗണ്ട് ആയിട്ടാണ് ആർക്ക് കൊടുക്കുന്നത്, ഗ്രാറ്റുവിറ്റി ആയിട്ട് എംപ്ലോയീസിന് കൊടുക്കും. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ പറഞ്ഞത്? പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിലും. ഓക്കെ, ഇനി നോക്കാം എംപ്ലോയീസ് ഗ്രേറ്റർ ദാൻ 10 കേട്ടോ. ഇങ്ങനെ ലോ അപ്ലിക്കബിൾ ആണ്. ഇപ്പൊ 10ഓ 10ൽ കൂടുതലോ എംപ്ലോയീസ് ഉള്ള സ്ഥലത്തിന് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് അപ്ലിക്കബിൾ ആണ് കേട്ടോ. ഈ ഒരു ആക്ട് അവിടെ ബാധകമാണ്. എംപ്ലോയീസിന് എന്തെങ്കിലും പറഞ്ഞത് 10ഓ 10ൽ കൂടുതലോ എംപ്ലോയീസ് ഉള്ള സ്ഥാപനത്തിന് അവിടെ എന്ത് കൊടുക്കാം, ഗ്രാറ്റുവിറ്റി അപ്ലിക്കബിൾ ആണ്. ഗ്രാറ്റുവിറ്റി ആക്ട് അവിടെ എന്താണ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ ക്യാൻ ബി അപ്ലൈഡ് ടു 5-year completed workers. Can be applied to 5-year service completed workers. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 5 year ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് അവിടെ പറയുന്നത്? അതായത് 5 വർഷം എല്ലാവർക്കും ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 5 വർഷം എന്താണ് സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ പറഞ്ഞല്ലോ, ഓരോ പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ വർഷത്തിന്റെയും 15 ദിവസത്തെ വേതനമാണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് അവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും 5 വർഷമെങ്കിലും കുറഞ്ഞത് അവർ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം. അങ്ങനെ 5 വർഷം സർവീസ് പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നതിനുള്ള എന്തുള്ളൂ, ആ ഒരു പ്രിവിലേജ് ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, എത്ര വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം? 5 വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു എംപ്ലോയീസിനും പിന്നീട് പിരിഞ്ഞു പോകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു കേസ് പറഞ്ഞു നോക്കിയേ, 1 year ഇൻ കേസ് ഓഫ് ഡെത്ത്. മരണപ്പെടുന്ന കേസുകൾക്കാണെങ്കിൽ 1 വർഷം നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാല് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, 5 വർഷമെങ്കിലും സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഗ്രാറ്റുവിറ്റിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ചില ആളുകള് ജോലിക്ക് കയറി 5 വർഷം പോയിട്ട് 1 വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, മരണം സംഭവിച്ചിട്ടുണ്ടാവാം. മരണം സംഭവിക്കുന്നതാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ അതിനകത്ത് ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഗ്രാറ്റുവിറ്റി കൊടുക്കാം എന്നാണ് പറഞ്ഞത്. മരണത്തിന്റെ കേസിൽ മാത്രം 5 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. 5 വർഷത്തിന് മുമ്പ് ആള് മരണപ്പെട്ടു പോയി അല്ലെ. അപ്പൊ പിന്നെ മരണപ്പെട്ടു പോയതുകൊണ്ട് പിന്നെ വേറെ അവിടെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്ത് കൊടുക്കാം, ഗ്രാറ്റുവിറ്റി കൊടുക്കാം. അങ്ങനെയുള്ള കേസുകളിൽ 5 വർഷം നോക്കണ്ട. പക്ഷെ അല്ലാതുള്ള കേസുകളിൽ 5 വർഷം കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഗ്രാറ്റുവിറ്റി ലഭിക്കാനുള്ള ആനുകൂല്യം ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ഒക്കെ ഓക്കെയാണോ? മനസ്സിലായോ? പിന്നെ ഇത്രയും മതി കേട്ടോ, ഇത്രയും മതി. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങള് എന്താണ്, ലോ എന്താണ്, ലീഗൽ ആസ്പെക്ടുകൾ പഠിച്ചു. ലോക്ക് 3 ഡെഫിനേഷൻസ് നമ്മൾ കണ്ടു. പിന്നെ നമ്മുടെ നീതി നിർവഹണ വിഭാഗമാണ് പോലീസും കോടതിയും, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഇത്തരത്തിലുള്ള എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് അറിയുന്നതിന്റെ ആവശ്യകത, ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ എന്താണ് മെഡിക്കൽ ലീഗൽ കേസ്, MSc എന്താണ്, MScക്ക് എക്സാമ്പിളുകൾ പഠിച്ചു. പിന്നെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടുകളാണ്. നമുക്ക് ഒരുപാട് ആക്ടുകൾ പഠിക്കാനുണ്ട്. അതിൽ ഒരു 4 ആക്ട് നമ്മൾ പഠിച്ചു കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947,
അതുപോലെ മിനിമം വേജസ് ആക്ട് 1948, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഇത്രയും ആക്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോന്നിന്റെ എംപ്ലോയീസിന്റെ എണ്ണമൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിരിക്കാം. ഓക്കെ, പിന്നെ നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് വർഷം ചേർത്ത് പറഞ്ഞ് പഠിക്കുക. അപ്പൊ മിനിമം വേജസ് ആക്ട് 1948, ഇൻഡസ്ട്രിയൽ ഡിസ്ട്രിക്ട് ആക്ട് 1947, നമ്മൾ തന്നെ പാടി പഠിക്കുക. അപ്പൊ നമ്മുടെ മനസ്സിൽ കുറച്ച് കയറും. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ? ക്ലാസ് ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ആക്ടിന്റെ വർഷങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ വിട്ടുപോകരുത്. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ വർഷങ്ങളുടെ എന്ന് ചോദിച്ചിട്ട് 4 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് പഠിക്കാം. ചെറിയൊരു കണക്ഷൻ ഒക്കെ വെച്ച് നമുക്കത് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് നാളെ മിക്കവാറും നാളത്തെ ബാക്കിന്റെ ക്ലാസ്സിൽ മിക്കവാറും ഞാനായിരിക്കും കണ്ടുവരുന്നുണ്ടാവുക. പകരം മിസ്സിന് എന്റെ അവർ വരുന്ന മറ്റേ മിസ് കയറി എടുത്തോളൂ കേട്ടോ. ഓക്കെ, ശരി, എന്നിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.